മലയാളത്തിന്റെ സ്വന്തം ഫഹദ് ഫാസിൽ ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള താരങ്ങളിൽ ഒരാളാണ്. അഭിനയ മികവ് കൊണ്ട് ഏത് കഥാപാത്രത്തെയും ജീവസുറ്റതാക്കുന്ന ഫഹദ് തെലുങ്ക് സിനിമാ ലോകത്തും വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. എന്നാലിപ്പോൾ ടോളിവുഡ് നിർമ്മാതാക്കൾക്കിടയിൽ ഫഹദിനെ ചൊല്ലി ഒരു പുതിയ ചർച്ച സജീവമാവുകയാണ്. കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ പറയുന്നതിനു പകരം ഫഹദ് ചോദിക്കുന്ന വമ്പൻ പ്രതിഫലം കേട്ട് അണിയറ പ്രവർത്തകർ ഞെട്ടിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പുഷ്പ എന്ന ചിത്രത്തിനു ശേഷം ടോളിവുഡിൽ ഫഹദ് ഫാസിലിന് ലഭിക്കുന്ന ജനപ്രീതി വാനോളമാണ്. വലിയ നിർമ്മാതാക്കളെല്ലാം അദ്ദേഹത്തിന്റെ ഡേറ്റിനായി ക്യൂ നിൽക്കുകയാണ്. എന്നാൽ വില്ലൻ വേഷം ചെയ്യാൻ പോലും 15 മുതൽ 20 കോടി രൂപ വരെയാണ് ഫഹദ് പ്രതിഫലം ആവശ്യപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. ഒരു വില്ലൻ കഥാപാത്രത്തിന് ഇത്രയും വലിയ തുക നൽകാൻ കഴിയാതെ പല നിർമ്മാതാക്കളും ഇപ്പോൾ പിന്നോട്ടു പോവുകയാണ്. അനിൽ രാവിപ്പുടി തന്റെ പുതിയ ചിത്രത്തിൽ വെങ്കടേഷിനൊപ്പം ഫഹദ് ഫാസിലിനെയായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ പ്രതിഫല കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് താരം തയ്യാറാകാത്തതിനെ തുടർന്ന് ആ സ്ഥാനത്തേക്ക് കല്യാൺ റാമിനെ തീരുമാനിച്ചതായാണ് വാർത്തകൾ. സമാനമായ രീതിയിൽ രാം പൊത്തിനേനിയുടെ ചിത്രത്തിലും ഫഹദിനെ വില്ലനായി നിശ്ചയിച്ചിരുന്നെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ അത് നടന്നില്ല. കഥാപാത്രങ്ങൾ ആവർത്തന വിരസമാണെന്ന് തോന്നിയാൽ നോ പറയുന്നതിനു പകരം പ്രതിഫലം കുത്തനെ കൂട്ടിച്ചോദിക്കുന്ന ഫഹദിന്റെ ഈ ശൈലി ഇപ്പോൾ ടോളിവുഡിലെ ചൂടുള്ള ചർച്ചാവിഷയമാണ്.